गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययम् विवस्वन्मनवे प्राह मनुरिक्ष्वाकवे ब्रवीद एवं परम्परा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्टः परन्तप स एवायं मया तेद्य योगः प्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्। भगवता विप्रतिषिद्धमुक्तम् इति मा भूत् कस्यचित् बुद्धिः इति परिहारार्थं ചോദ്യം ഇവ കുറുവൻ അർജുന ഉവാച. അടുത്തത് അർജുന ഉവാച എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ശ്ലോകമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സനാതനധർമ്മ ശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയും മഹിമയും അതെല്ലാം ചോദ്യോത്തര രൂപത്തിലാണെന്നുള്ളതാണ്. എവിടെ എവിടെ യുക്തിഭദ്രമായ സമീപനമുണ്ടോ അവിടെ മാത്രമേ ചോദ്യോത്തരം അനുവദിക്കൂ. അല്ലാത്തടത്ത് ഞാൻ പറഞ്ഞത് വിശ്വസിക്കണമെന്നാണ് പറയുക, അടിച്ചേൽപ്പിക്കലായിരിക്കും. ഇതല്ല, എല്ലാ ശാസ്ത്രങ്ങളും ചോദ്യോത്തര രൂപത്തിലാണ്. അപ്പം ഭഗവാൻ പറഞ്ഞതിലുള്ള യുക്തിഭദ്രത അല്ലെങ്കിൽ തൻ്റെ മനസ്സിന് തൻ്റെ ബുദ്ധിക്ക് യോജിക്കായിക, അത് എപ്പോൾ തോന്നുന്നുണ്ടോ അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നു. അർജുന ഉവാച. അപ്പോൾ ഈ വാക്യത്തെ ഭാഷ്യകാരൻ പരിചയപ്പെടുത്തുകയാണ്. ഭഗവത വിപ്രതിഷിദ്ധം ഉക്തം ഇതി മാ ഭൂത് കസ്യചിത് ബുദ്ധിഃ ഇതി പരിഹാരാർത്ഥം ചോദ്യം ഇവ കുറുവൻ അർജുന ഉവാച. അപ്പോൾ ഭഗവാനാൽ പറയപ്പെട്ടത് വിപ്രതിഷിദ്ധമാണ്, വിപരീതമാണ്. വിപ്രതിഷിദ്ധം എന്ന് പറഞ്ഞാൽ വിപരീതമായത്, ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത്, അസംഗമായത്, ഒരിക്കലും സംഗതിയില്ലാത്തത്, ചേർച്ചയില്ലാത്തത്. വിശേഷേണ പ്രതിഷിദ്ധമായത്, പ്രതിഷേധിക്കത്തക്കത്. അപ്പോൾ ആര് പറഞ്ഞാലും തെറ്റ് പറഞ്ഞാൽ സ്വീകരിക്കാനൊക്കില്ല. അങ്ങനെ അസ്വീകാര്യമായതാണ് ഭഗവാൻ പറഞ്ഞത് എന്ന് കസ്യചിത് അഭിബുദ്ധിഹി മാ ഭൂത്. ആർക്കും ഒരു തോന്നലുണ്ടാവരുത്, ആർക്കും അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാവരുത്. ഭഗവാൻ വിഡ്ഢിത്തം പറഞ്ഞു എന്നാർക്കും തോന്നാൻ പാടില്ല. തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തോന്നരുതെന്നല്ല. വിഡ്ഢിത്തം ഭഗവാൻ പറഞ്ഞാൽ വിഡ്ഢിത്തം തോന്നാം, അതിന് വിരോധമില്ല. പക്ഷെ ഇവിടെ വിഡ്ഢിത്തം എന്നാർക്കും തോന്നാൻ പാടില്ല, വിപ്രതിഷിദ്ധം എന്നാർക്കും തോന്നാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തത് പരിഹാരാർത്ഥം, അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം കുറുവൻ ഇവ, ചോദ്യം ചെയ്യുന്നവനെ പോലെ അർജുനൻ ചോദിച്ചു. അപ്പം അർജുനൻ ഇവിടെ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പം അവിടെ ഇവ ശബ്ദത്തിൻ്റെ അർത്ഥം അർജുനൻ ചോദിച്ചത് അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി എന്ന പോലെ പരിഹാരാർത്ഥം ഇവ അർജുന ഉവാച എന്ന. ആ ഇവ ശബ്ദത്തിന് വലിയൊരർത്ഥമുണ്ട്. കാരണം അർജുനന് ഭഗവാന്റെ മഹിമ അറിയാം എന്നാണ്. അർജുനന് ഭഗവാന്റെ മഹിമ അറിയാം. പക്ഷേ
ഈ സംഭാഷണം പഠിക്കുന്ന നമുക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെയൊരു സംശയം വരാം. ആ തലത്തിലേക്ക് വന്നിട്ട് അർജുനൻ ചോദ്യം ചെയ്യാണ്. അത് കാണിക്കാനാണ് ഇവ ശബ്ദം അവിടെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത്. ഇവ ശബ്ദത്തിന് വലിയ അർത്ഥമുണ്ട്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്താ അർജുനൻ ചോദിച്ചേ? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഭവതഃ ജന്മ അപരം വിവസ്വതഃ ജന്മ പരം. ഭവതഃ ജന്മ, ഭവാന്റെ ജന്മം, ഭവാന്റെ ജന്മം, അങ്ങയുടെ ജന്മം, അപരം, ഈ അടുത്താണ്, അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതാണ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ എത്ര വയസ്സുണ്ടാവും ഏകദേശം? എന്താ നിങ്ങളുടെ അഭിപ്രായം? 99 വയസ്സുണ്ടാവും. 124 വയസ്സ് പൂർത്തിയാക്കി 125ാമത്തെ വയസ്സിലാണ് ശരീരം പോണത്. അതിൻ്റെ 26 കൊല്ലം മുമ്പ്. ചില വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നുണ്ട് 36 കൊല്ലമാണെന്ന്. അപ്പോൾ ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസം കണ്ടേക്കും ഈ രണ്ടഭിപ്രായത്തിൽ. ഭൂരിഭാഗം വിദ്വാൻമാരും 26 കൊല്ലം എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള കാലയളവ്. അപ്പോൾ 124 പൂർത്തിയാക്കി 125ലേക്ക് കടക്കുമ്പോഴാണ് ശരീരം പോണത്. അപ്പോൾ ഒരു 99 വയസ്സ് ഉള്ള യുവാവാണ്. അതെ, 99 വയസ്സുള്ള യുവാവാണ്. അതിനേക്കാൾ കുറച്ച് കുറയും അർജുനന്, വളരെ കുറച്ച്. അവർ സഖാക്കളാണ്. ശരി, അപ്പോൾ ഭഗവാൻ ജനിച്ചിട്ട് കുറച്ച് കൊല്ലല്ലേ ആയിട്ടുള്ളൂ, 99 കൊല്ലമായിട്ടേ ഉള്ളൂ. എന്നാൽ സൂര്യൻ ജനിച്ചിട്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി. ലക്ഷക്കണക്കിന് കൊല്ലമായി സൂര്യൻ ജനിച്ചിട്ട്. അപ്പോൾ ഇത് കണക്കൂട്ടി നോക്കണം എത്ര കൊല്ലമായി എന്നൊക്കെ. ഏതായാലും ഈ കൽപ്പത്തിൻ്റെ ആരംഭത്തിലാണ് സൂര്യൻ പ്രകടമാവുന്നത്. വേണമെങ്കിൽ കണക്ക് കൂട്ടി നോക്കൂ കൽപ്പത്തിൻ്റെ കാലം, അപ്പോൾ കിട്ടും. 1000 മഹായുഗത്തിൻ്റെ കാലം കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ആയത് കുറച്ചാൽ മതി, അപ്പോൾ കിട്ടും. എന്തായാലും കോടിക്കണക്കിന് കൊല്ലം ആയിട്ടുണ്ട് സൂര്യൻ ജനിച്ചിട്ട്. ഭഗവാൻ ജനിച്ചിട്ട് ഇത്രേ ആയിട്ടേ ഉള്ളൂ. അതാണ് പരം ജന്മ വിവസ്വത. വിവസ്വാൻ്റെ ജന്മം വളരെ വളരെ പരമാണ്. എന്നിരിക്കെ ത്വം ആദൗ പ്രോക്തവാൻ ഇതി, നീ പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അഹം, ഞാൻ, കഥം വിജാനീയാം, ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? എൻ്റെ മുത്തശ്ശനെ ഞാൻ പഠിപ്പിച്ചു എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്താ അതിൻ്റെ യുക്തി? ഇതാണ് ചോദ്യം. നോക്കൂ, അപരം അർവാഗ് വാസുദേവ ഗൃഹേ ഭവതഃ ജന്മ പരം പൂർവം സർഗാദൗ ജന്മ ഉത്പത്തി വിവസ്വതഃ ആദിത്യസ്യ തത് കഥം ഏതദ് വിജാനീയാം അവിരുദ്ധാർത്ഥതയാ യഹ ത്വം ഏവ ആദൗ പ്രോക്തവാൻ ഇമം യോഗം സ ഏവ ത്വം ഇദാനീം മഹ്യം പ്രോക്തവാനസി ഇതി. അപരം അർവാഗ് വസുദേവ ഗൃഹേ ഭവതഃ ജന്മ പരം പൂർവം സർഗാദൗ ജന്മ ഉത്പത്തി വിവസ്വതഃ ആദിത്യസ്യ തത് കഥം ഏതദ് വിജാനീയാം അവിരുദ്ധാർത്ഥതയാ യഹ ത്വമേവ
ആദൗ പ്രോക്തവാൻ ഇമം യോഗം സ ഏവ ത്വം ഇദാനീം മഹ്യം പ്രോക്തവാൻ അസി ഇതി. അപരം വളരെ അടുത്ത് അർവാക് കാലത്തിൽ, സമീപമായ കാലത്തിലാണ് വസുദേവ ഗൃഹേ ഭവതഃ ജന്മ, വസുദേവൻ്റെ ഗൃഹത്തിൽ ഭവാൻ ജനിച്ചത്. ഇപ്പോൾ വസുദേവൻ്റെ ഗൃഹമാണോ കാരാഗൃഹമല്ലേ എന്നാരും ചോദിക്കരുത്. എവിടെയാണോ വസുദേവനുള്ളത് അത് വസുദേവൻ്റെ ഗൃഹം, അത്രയേ ഉള്ളൂ അല്ലേ? ചിലർ ചോദിക്കുന്നത് ഭാഷ്യക്കാരൻ പറഞ്ഞത് ശരിയല്ല, ശ്രീകൃഷ്ണ ജന്മം കാരാഗൃഹത്തിലാണ് എന്നൊക്കെ പറയും. എവിടെയാണോ വസുദേവൻ അത് വസുദേവൻ്റെ ഗൃഹം, അല്ലാണ്ട് ഇപ്പോൾ ജയിലാണെന്ന് വെച്ചാൽ ജയിൽ, എവിടെയാണോ അത്. അപ്പോൾ വസുദേവ ഗൃഹത്തിൽ ഭവതഃ ജന്മ, ഭവാന്റെ ജന്മം. പരം പൂർവം സർഗാദൗ, സർഗത്തിൻ്റെ ആരംഭത്തിൽ, സർഗം എന്ന് പറഞ്ഞാൽ ഓരോ കൽപ്പത്തിൻ്റെ ആരംഭത്തിലുമാണ് സൃഷ്ടി നടക്കുന്നത്. ഓരോ കൽപ്പത്തിൻ്റെ ഒടുവിലാണ് അത് മുഴുവൻ വിലയിക്കുന്നത്. പിന്നെ അടുത്ത സർഗത്തിൽ വീണ്ടും വരും. അങ്ങനെ വരുമ്പോൾ സഹസ്രയുഗപര്യന്തം അഹർ യത് ബ്രഹ്മണോ വിദു രാത്രിം യുഗസഹസ്രാന്താം തേഹോരാത്ര വിദോ ജനാഹ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ 1000 മഹായുഗമാണ് ഒരു പകൽ, ഒരു കൽപ്പകാലം. 1000 മഹായുഗം എന്ന് പറയുമ്പോൾ ഒരു മഹായുഗത്തിൽ എത്ര കൊല്ലം? 12,000 ദിവ്യവർഷം വരും ഒരു മഹായുഗത്തിൽ. 12,000 ഇൻറ്റു 360, 12,000 ഇൻറ്റു 360 ഒരു മഹായുഗം വരുന്നത്. അങ്ങനത്തെ 1000 ഇതാണൊരു കൽപ്പകാലം. അപ്പോൾ ഈ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ആണ് ഭഗവാൻ ജനിച്ചത്, സൂര്യൻ ജനിച്ചത്. അങ്ങ് ഈ അടുത്ത കാലത്താണ്. പിന്നെ എങ്ങനെയാണ് കഥം ഏതത് വിജാനീയാം അവിരുദ്ധാർത്ഥതയാ, വിരുദ്ധാർത്ഥമില്ലാതെ, വിരുദ്ധാർത്ഥത്തോടുകൂടി, അവിരുദ്ധാർത്ഥതയാ, വിരുദ്ധാർത്ഥമില്ലാതെ. വിരുദ്ധാർത്ഥമുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ആര് പറഞ്ഞാലും, ലോകത്തിൽ ആര് തന്നെ പറഞ്ഞാലും വിരുദ്ധാർത്ഥമായത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ യുക്തി പണയം വയ്ക്കേണ്ടി വരും. അതാണ് അവിരുദ്ധാർത്ഥതയാ യഹ ത്വമേവാദോ പ്രോക്തവാൻ ഇമം യോഗം, ഈ യോഗത്തെ നീ ആദ്യം പറഞ്ഞു കൊടുത്തു. സയേവ ത്വം ഇദാനീം മഹ്യം പ്രോക്തവാൻ, അതേ യോഗത്തെ നീ ഇപ്പോൾ എനിക്കായിക്കൊണ്ട് പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? ഇതാണ് ചോദ്യം. യാ വാസുദേവേ അനീശ്വര അസർവജ്ഞാശങ്ക മൂർഖാണാം താം പരിഹരൻ ശ്രീഭഗവാനുവാച യദർത്ഥോ ഹി അർജുനസ്യ പ്രശ്നഃ. അടുത്തത് ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ശ്ലോകം തുടങ്ങുന്നത്. അതിനെ ഭാഷ്യകാരൻ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച എന്നതിനെ പരിചയപ്പെടുത്തുന്നു. എങ്ങനെ? യാ വാസുദേവേ അനീശ്വര അസർവജ്ഞാശങ്ക മൂർഖാണാം താം പരിഹരൻ ശ്രീ ഭഗവാനുവാച യദർത്ഥഃ ഹി അർജുനസ്യ പ്രശ്നഃ. അപ്പോൾ വാസുദേവനിൽ അനീശ്വര അസർവജ്ഞാശങ്ക വരാം. അനീശ്വര അസർവജ്ഞാശങ്ക എന്ന് പറഞ്ഞാൽ എന്താ? വാസുദേവൻ ഈശ്വരനല്ല എന്നൊരാശങ്ക. കാരണം എന്താ? ഒരു മനുഷ്യഗൃഹത്തിൽ മനുഷ്യാകാരത്തിൽ മനുഷ്യനായി ജനിച്ചതാണ്, മനുഷ്യനായി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് വാസുദേവൻ ഈശ്വരനല്ല എന്നൊരു തോന്നൽ വരാം. 2, അതുകൊണ്ട് തന്നെ അസർവജ്ഞനാണ്, സർവജ്ഞനല്ല എന്നൊരു തോന്നൽ വരാം. ഇപ്പോൾ വാസുദേവനിൽ, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അനീശ്വര അസർവജ്ഞാശങ്ക, അങ്ങനെയൊക്കെ തോന്നുമോ? മൂർഖാണാം, മൂർഖന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നാം. മൂർഖൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥമല്ല കേട്ടോ.
ഈ ഒരേ പദങ്ങൾ രണ്ട് ഭാഷയിൽ രണ്ടർത്ഥത്തിലുണ്ടാവുമ്പോൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം മലയാളത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ മഹാദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ്. പക്ഷെ സംസ്കൃതത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂഢനെ അർത്ഥമുള്ളൂ. മൂഢൻ, തത്വമറിയാത്തവൻ. അങ്ങനെ കുറേ പദങ്ങളുണ്ട്, തീർത്തും ഭിന്ന അർത്ഥങ്ങളിൽ സംസ്കൃതത്തിലും മലയാളത്തിലും വിനിയോഗിക്കണം. സാധാരണ പലരും പറയാറുണ്ട്, എനിക്ക് അവിടെ പോകാനൊരു മോഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ. എനിക്ക് അയാളെ കാണണം എന്നൊരു മോഹമുണ്ട്, എനിക്കവിടെ പോകണം എന്നൊരു മോഹമുണ്ട് എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. അത് സംസ്കൃതത്തിൽ വയ്യ. കാരണം അവിടെ മലയാളത്തിൽ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, അഥവാ ആശ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മോഹം സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമേ ഇല്ല. അവിടെ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത അവസ്ഥ. അങ്ങനെ കുറേ ഉണ്ട്. സംസ്കൃതത്തിലെ വൈരാഗ്യവും മലയാളത്തിലെ വൈരാഗ്യവും ഭിന്നങ്ങളാണ്. സംസ്കൃതത്തിൽ വൈരാഗ്യം ഉണ്ടാവണം എന്നാണ് സാധകന്മാരോട് പറയുക, മലയാളത്തിൽ വൈരാഗ്യം അരുത് എന്നാണ് പറയുക. അല്ലേ? അപ്പോൾ ഒരു ഭാഷയിലുള്ളത് വേറെ ഭാഷയിൽ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മൂർഖന്മാർക്കെന്ന് പറഞ്ഞാൽ മൂഢന്മാർക്ക്, മായ മോഹിച്ചിരിക്കുന്നവർക്ക്, സത്യനിർണയമില്ലാത്തവർക്ക് ഇങ്ങനെ തോന്നാം, എന്ത്, ശ്രീകൃഷ്ണൻ്റെ മനുഷ്യനല്ലേ, അപ്പോൾ അയാൾ ഈശ്വരനല്ലല്ലോ എന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ ആ സർവജ്ഞനാണ് എല്ലാം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയുണ്ടാവും. സന്ദീപൻ്റെ അടുത്ത് പോയി പഠിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാതെ സർവജ്ഞനൊന്നുമല്ല, സർവജ്ഞന്മാരാരുമില്ല. അപ്പോൾ ഞാൻ പണ്ട് വാസുദേവൻ നായ ഞാൻ സൂര്യൻ വിവസ്വാനം ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും ബടായി പറയുകയാണ്, അതൊക്കെ വെറുതെ പറയുകയാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ആൾ കള്ളനാണ്, വളരെ പേര് കേട്ട ആളാണ് ചെറുപ്പത്തിൽ തന്നെ, ഇല്ലേ? അതെ, ചെറുപ്പത്തിലെ പണി എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. മോഷണം തുടങ്ങിയവയാണ് പ്രധാന പരിപാടി ഉണ്ടായത്. അപ്പോൾ അയാൾ പറയണത് ഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് ചില മൂർഖന്മാർക്കൊക്കെ തോന്നാം. താം പരിഹരൻ, ആ തോന്നലിനെ പരിഹരൻ, പരിഹരിക്കുന്നവനായിട്ട്, പരിഹരൻ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം, പരിഹരിക്കുന്നവനായി ശ്രീ ഭഗവാനുവാച, ഭഗവാൻ തന്നെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. യദർത്ഥ ഹി അർജുനസ്യ പ്രശ്ന, ഇത് ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ്റെ പ്രശ്നം. അങ്ങനെയുണ്ട് ചിലത് നമുക്കറിയാമെങ്കിൽ തന്നെയും നമ്മൾ വേറൊരാളുടെ വായെന്ന് ഒന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കും. അറിയുന്നത് തന്നെ നമ്മൾ ഗുരുനാഥന്മാരോട് ചോദിക്കും. അത് ഗുരുനാഥനെ പരീക്ഷിക്കാനല്ല, മറിച്ച് ഗുരുനാഥൻ്റെ വായെന്ന് അത് കിട്ടുമ്പോൾ ഒന്ന് ഉറപ്പായി അതിന് വേണ്ടിയിട്ട്. അതിനാണ് യഥാർത്ഥ അർജുനസ്യ അയം പ്രശ്ന, അർജുനൻ്റെ ഈ പ്രശ്നം അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് ഭഗവാൻ പറയുകയാണ്. എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേത്ഥ പരന്തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേത്ഥ പരന്തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ച അർജുന താനി അഹം വേദ സർവാണി ന ത്വം വേത്ഥ പരന്തപ. ഹേ അർജുന, അല്ലേ അർജുന, ഇടയ്ക്കിടയ്ക്ക് സംബോധന ചെയ്യും. ഓരോരോ സന്ദർഭത്തിലും വ്യത്യസ്ത സംബോധനകൾ ചെയ്യും. ചിലയിടത്ത് അവയ്ക്ക് വിശേഷാർത്ഥം പരിഗണിക്കാം, ചിലയിടത്ത് വിശേഷാർത്ഥം പരിഗണിക്കേണ്ട ആവശ്യമില്ല, പേര് വിളിക്കുക എന്ന് മാത്രമേ വേണ്ടൂ. ഇടയ്ക്കിടയ്ക്ക് പേര് വിളിച്ച് ഉപദേശിക്കുന്നത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ ആകർഷിക്കേണ്ട ആവശ്യമില്ല, കാരണം ചോദിച്ച ഉടനെ പറയുന്നതായതുകൊണ്ട് ശ്രദ്ധ ആകർഷിക്കാൻ ഇവിടെ അർജുന എന്ന് പറയേണ്ട ആവശ്യമില്ല.
കാരണം ചോദ്യം ചോദിച്ച ഉടനെ ആകുമ്പോൾ ശ്രദ്ധിക്കും. കുറച്ചു നേരം കഴിഞ്ഞാലാണ് ഉറക്കം തോന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ത പോവുകയൊക്കെ ചെയ്യുക. തുടക്കത്തിലാവുമ്പോൾ ഉണ്ടാവില്ല, രാവിലെ തന്നെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാലാണ് ഇല്ലേ പേരൊക്കെ വിളിക്കണം. ഇതല്ല, ഇത് ചോദ്യം ചോദിച്ച ഉടനെ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ പേര് പറഞ്ഞും കൊണ്ട് പറയുക എന്നുള്ള മര്യാദയാണത്. അത് മര്യാദയപ്പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംഭാഷണങ്ങളിൽ എപ്പോഴും ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ പാലിക്കും. നമ്മൾ ഒരാളോട് അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ട് വേണം ചോദിക്കാൻ. ശ്രദ്ധ ആകർഷിക്കാതെ ചോദിച്ചാൽ നമ്മുടെ ചോദ്യം മുഴുവൻ അയാൾ കേട്ടോളണം എന്നില്ല. നമ്മൾ തെറ്റിദ്ധരിക്കും അയാൾ കേട്ടിട്ടുണ്ടെന്ന്, എന്നിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിനല്ലല്ലോ മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ ഉടക്കും. പലപ്പോഴും കുടുംബങ്ങളിൽ പോലും കലഹം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സംഭാഷണത്തിൽ ഒരിക്കലും ഒരു അന്തരം ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് സംഭാഷണം ചെയ്യാറതെന്നൊന്നും അറിയില്ല. വീട്ടിൽ പത്നിയായിട്ടാണെങ്കിലും പതിയായിട്ടാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിലും ഒക്കെ വിളിച്ച് ശ്രദ്ധ ആകർഷിച്ചിട്ടേ കാര്യം പറയാൻ പാടുള്ളൂ, അല്ലാണ്ട് പറയരുത്. കാരണം നമ്മൾ പകുതി പറഞ്ഞിട്ടായിരിക്കും അവർ കേൾക്കുക. നേരെ മറിച്ച് പേര് വിളിച്ചാൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തിയിട്ട് എന്ത് കാര്യവും പറയാൻ പാടുള്ളൂ. പലപ്പോഴും ഇതൊന്നും ദീക്ഷിക്കാറില്ല. അച്ഛനെ നമസ്കരിക്കുകയാണെങ്കിൽ പോലും പേര് പറഞ്ഞ് നമസ്കരിക്കുന്ന നമ്മുടെ പാരമ്പര്യം. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുക. അത് അച്ഛനറിയില്ലേ മകനെ? അത്ര പോലും വേണം, ഇന്ന ആളാന്ന് പറഞ്ഞു. എന്നിട്ട് ചില ആൾക്കാരുണ്ട് ഫോണൊക്കെ വിളിച്ചു, സ്വാമി എന്നെ മനസ്സിലായ, പിന്നെ അവരെ ഓർമ്മിച്ചിരിക്കല്ലേ ഇവിടെ പണി. രൂപം പോലും കാണുന്നില്ല എന്ന് ശബ്ദം കേൾക്കുകയാണ് ഫോണിൽ. എന്നെ മനസ്സിലായോ? എന്ത് മനസ്സിലാവും? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, പിന്നെ നിങ്ങളെ മനസ്സിലാക്കി ഓർമ്മിച്ച് വെക്കലല്ലേ ഇവിടെ പണി. ഇന്നാളാന്ന് പറഞ്ഞൂടെ? ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ആളാ വിളിക്കണത്. അത് വ്യവഹാരം എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധ ആകർഷിച്ചിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ പേര് പറഞ്ഞുകൊണ്ട്, ഹേ അർജുന, ഹേ അർജുന, മേ ബഹൂനി ജന്മാനി വ്യതീതാനി, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞടോ, കുറേ ജന്മങ്ങൾ കഴിഞ്ഞു. നീ ഇപ്പോൾ കാണുന്നത് ഈ ജന്മമാണ്, നമ്മൾ കാണുന്നത് ഈ ജന്മമാണ്. എനിക്ക് എത്ര ജന്മം കഴിഞ്ഞു? ഇത് ഈ ഭഗവാൻ പറഞ്ഞാൽ പോലും ഭക്തൻ അംഗീകരിക്കില്ല കേട്ടോ. ഇനി അത് വേറെ വിഷയമാണ്. കാരണം ഭക്തൻ കണക്കാക്കുന്നത് ഭഗവാൻ നേരിട്ട് വൈകുണ്ഠത്ത് നിന്നിട്ട് നൂല് വഴിക്ക് ഇറങ്ങി വന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് ജന്മങ്ങൾ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ജന്മങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ആ ജന്മങ്ങളിലൂടെ കൂടുതൽ എന്താ പറയേണ്ടത്, സാധനാക്രമത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തൻ അപ്പോൾ വാളെടുക്കും. പക്ഷെ ഭഗവാൻ സ്വയം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ബഹൂനിമേ വ്യതീതാനി, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞടോ അർജുന. ഓ അയ്യോ, ഭഗവാന്റെ ഒരു മഹിമാട്ടുവോ, അവിടത്തേക്ക് ഒരുപാട് ജന്മങ്ങൾ. തവച്ച, നിനക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. ആരോടാ പറയണത്? നമ്മൾ ഓരോരുത്തരോടാണ് പറയണത്, അല്ലാണ്ട് അർജുനോടല്ല. ഇത് നമ്മൾ ഓർമ്മിക്കണം, നമുക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. ഇത് പറയാൻ എന്താ കാരണം വെച്ചാൽ, ഒരിക്കൽ ബഹൂനാം ജന്മനാം വന്ദേ ജ്ഞാനവാന്മാം പ്രപദ്യതേ എന്നുള്ള ശ്ലോകം എടുക്കുകയാണ്. ഒരുപാട് ജന്മങ്ങൾക്കൊടുവിലാണ് ഒരാൾ ജ്ഞാനിയായിട്ട് എന്നെ പ്രാപിക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ക്ലാസ്സിലൊരാൾ പറഞ്ഞു, ഇവിടുന്ന് തന്നെയാണ്. ഓ, അപ്പോൾ നമുക്കൊന്നും രക്ഷയില്ലല്ലോ, ഒരുപാട് ജന്മം. തനിക്കറിയത് എത്രാമത്തെ ജന്മമാണ്? അയാൾ വിചാരിക്കണം ആദ്യത്തെ ജന്മന്നാ. മനസ്സിലില്ല. ഓ, ഒരുപാട് ജന്മം കഴിഞ്ഞിട്ടേ ഈ തത്വജ്ഞാനം ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ കക്ഷിക്കാകെ നിരാശയായി. അപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല അല്ലേ? കാരണം എൻ്റെ ഇപ്പോൾ ആദ്യത്തെ ജന്മമാണല്ലോ. ആദ്യത്തെ ജന്മമാണ് നിൻ്റെതെങ്കിൽ എങ്ങനെയാണ് നീ വേദാന്തം കേൾക്കാൻ ഇടയാവുക? നീ വേദാന്തം കേൾക്കാൻ ഇടയായി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ലക്ഷം ജന്മം കഴിഞ്ഞു. അങ്ങനെ ഉയർന്നിട്ടാണ് ഒരാൾ വേദാന്ത ശ്രവണത്തിന് അധികാരിയാവുന്നത്. ഓ, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. തവച്ച്, നിനക്കും. അപ്പം നമ്മൾ രണ്ടും സമല്ലേ?
എനിക്കും ജന്മം കുറേ കഴിഞ്ഞു, നിനക്കും ജന്മം കുറേ കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒന്ന് തന്നെയല്ലേ? നമ്മൾ ഒന്നൊക്കെ തന്നെയാണ്, എന്നാൽ ഒന്നല്ല. അതെന്താണ്? താന്യഹം വേദ സർവാണി, താനി സർവാണി അഹം വേദ, അവയെല്ലാം ഞാൻ അറിയുന്നു, അവയെല്ലാം ഞാൻ അറിയുന്നു. ത്വം ന വേത്ത, നീ അറിയുന്നില്ല. ഹേ പരന്തപ, ഹേ പരന്തപ. രണ്ട് സംബോധനയാണ് ഒരു ശ്ലോകത്തിൽ. അർജുന പരന്തപ. ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ മനോഹരമായൊരു ആവിഷ്കാരം കണ്ടിട്ടുള്ളത് ശ്രീകൃഷ്ണ കർണാമൃതത്തിലാണ്. മനോഹരമായൊരു ആവിഷ്കാരം. ശ്ലോകം തോന്നുന്നില്ല കേട്ടോ, അതിമനോഹരമാണ്. ഒന്ന് വായിച്ചോളൂ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ. അതിനർത്ഥം പറഞ്ഞുതരാം. അർത്ഥം ഇതാണ്: യശോദ കുട്ടിയായ ഉണ്ണിയായിട്ടുള്ള കണ്ണനെ ഉറക്കുക കഥ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൻ അങ്ങനെ ഉറക്കത്തിലേക്ക് പോവുക, പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. കഥ നിർത്തൂലല്ലോ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പകുതി മുക്കാൽ ഉറങ്ങി കിട്ടുമോ? യശോദ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ദശരഥൻ്റെ പുത്രനായിട്ട് രാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൂളി മൂളി. അപ്പോൾ അച്ഛൻ്റെ വാക്യം സത്യപ്പെടുത്താൻ വേണ്ടി രാമൻ പത്നിയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടെ കാട്ടിൽ പോയി. അപ്പോഴും മൂളി മൂളി. അങ്ങനെ കാട്ടിൽ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോഴും മൂളി ആ സമയത്ത് രാവണൻ എന്നൊരു രാക്ഷസൻ വന്ന് സീതയെ അപഹരിച്ചു. ഡക്ക് ലക്ഷ്മണാവില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് വില്യമംഗലം എഴുതിയിട്ടുള്ളത്. എന്തൊരു ഭാവനയാണ് നോക്കൂ. അതുവരെ മൂളിയ ഒരു വർത്തമാനവും ഇല്ല. ഈ സീതയെ അപഹരിച്ചു എന്ന് പറയുമ്പോൾ ഒറ്റ ചാട്ടാകുട്ടി കിടക്കണെടുത്തുന്നത് ഇടുക്ക് ലക്ഷ്മണാവില്ലെന്ന്. അപ്പോഴത്തേക്ക് ആ ജന്മസ്മൃതി വന്നു എന്നാ, ആ രാമനായപ്പോഴുള്ള സ്മൃതി വന്നു. അതാണ് എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഇതൊരു ഭാവനയാ നോക്കൂ. അതാണ് താന്യഹം വേദ സർവാണി, എൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ജന്മങ്ങളെയും ഞാൻ അറിയുന്നു. ത്വം ന വേത്ത, നീ അതിനെ ഒന്നും അറിയുന്നു. നിനക്കിപ്പോൾ ഈ ജന്മേ അറിയുള്ളൂ. ഇതന്നെ പറയുമോ? നമുക്ക് എത്ര കാലം മുമ്പുള്ള ഓർമ്മ ഉണ്ട്? എത്ര കാലം ഓർമ്മ ഉണ്ടാവും? ഒരു 3 വയസ്സ് ഇല്ലേ? 3 വയസ്സൊക്കെ ഉണ്ടാവും. ചിലർക്ക് അതും ഇല്ല എന്നാണ് പറയണത്. ചിലർക്ക് ഒരു 5 വയസ്സ് ഒക്കെയാണ് പറയുന്നത്. ഒരു 3 വയസ്സുള്ള ഓർമ്മ ഉണ്ടാവും ഇല്ലേ? അതിന് മുമ്പുള്ളത് ചില അവ്യക്ത സ്മൃതി ഉണ്ടാവും. ചിലപ്പോൾ 3 വയസ്സിന് മുമ്പുള്ളത് വ്യക്തസ്മൃതി ഉണ്ടാവില്ല എന്ന് പറയാൻ വയ്യ കേട്ടോ. ചിലർക്കുണ്ടാവും, ആപേക്ഷികമാണല്ലോ. അവ്യക്തമായിട്ട് ചില ഓർമ്മകളുണ്ട് അതിനേക്കാളൊക്കെ മുമ്പുള്ളത്, വളരെ അവ്യക്തമായിട്ട്. വ്യക്തമായിട്ടില്ല. വ്യക്തമായിട്ടൊരു 3 ഉള്ളത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് എന്തൊക്കെ അഭിമാനം ഉണ്ടായിട്ടുണ്ട് നമുക്ക്? അതിനു മുമ്പ് സങ്കടം ഉണ്ടായിട്ടില്ലേ? സന്തോഷം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അതിനു മുമ്പ് സന്തോഷവും സങ്കടവും അഭിമാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഈ ജന്മം തന്നെ നമുക്ക് ഓർമ്മയില്ല, പിന്നെയല്ലേ അതിന് മുമ്പത്ത്. ഇതാണ് നമ്മുടെ സ്ഥിതി. ഒരു പരിധിക്ക് മുമ്പുള്ളത് ഓർമ്മയില്ല, ഒരു പരിധി കഴിഞ്ഞാലുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. വയസ്സായി കഴിഞ്ഞാൽ ചെറുപ്പത്തിലതൊക്കെ നല്ല ഓർമ്മയായിരിക്കും. പക്ഷെ അപ്പം ഉണ്ടായത്, തലേന്നുണ്ടായത്, 1 മണിക്കൂർ മുമ്പ് ഉണ്ടായതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ചെറുപ്പത്തിലുള്ള നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഒരു ഇടക്കാലത്തിലത്തെ നമുക്ക് ഓർമ്മ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോഴാണ് ഭഗവാൻ പറയണത് എനിക്കല്ല ഓർമ്മയുണ്ട്. നത്വം വേത്ത പരന്തവ ബഹൂനി മേ മമ വ്യതീതാനി അതിക്രാന്താനി ജന്മാനി തവച്ച ഹേ അർജുന താനി അഹം വേദ ജാനേ സർവാണി നത്വം വേത്ത ജാനീഷേ ധർമാധർമാദി പ്രതിബദ്ധജ്ഞാനശക്തിത്വാത് അഹം പുനഃ നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവത്വാത് അനാവരണജ്ഞാനശക്തി ഇതി വേദ അഹം ഹേ പരന്തപ ബഹൂനി മേ മമ വ്യതീതാനി അതിക്രാന്താനി ജന്മാനി തവ ച
ഹേ അർജുന താനി അഹം വേദ ജാനേ സർവാണി ന ത്വം വേത്ഥ ജാനീഷേ ധർമാധർമാദി പ്രതിബദ്ധജ്ഞാനശക്തിത്വാത് അഹം പുനഃ നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവത്വാത് അനാവരണജ്ഞാനശക്തി ഇതി വേദ അഹം ഹേ പരന്തപ. ഹേ അർജുന, ബഹൂനി മേ വ്യതീതാനി ജന്മാനി, എനിക്കൊരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതൊക്കെ നമ്മൾ ശ്രവണം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഭാഗത്ത് ഭാഷ്യാനുസാരം തന്നെയാണ് പോയിട്ടുള്ളത്. മുഴുവൻ ശ്ലോകങ്ങളും, എല്ലാ ശ്ലോകങ്ങളും ഭാഷ്യാനുസാരം തന്നെയാണ് നിരൂപണം ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, വായിച്ചു പോയാൽ മതി. അപ്പോൾ എനിക്കൊരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. അതിക്രാന്താനി, അതിക്രാന്തങ്ങളായി, കഴിഞ്ഞുപോയി, അതിക്രമിക്കപ്പെട്ടവയായി ജന്മങ്ങൾ. തവച്ച ഹേ അർജുന, നിനക്കും ഹേ അർജുന. താനി അഹം വേദ ജാനേ സർവാണി, ജാനേ ഞാൻ അറിയുന്നു, ജാനേ ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു അവയെല്ലാം. നത്വം വേത്ഥ ന ജാനീഷേ, നിനക്കൊട്ട് അറിയേയില്ല. നിനക്കിപ്പോൾ അതേ അറിയുള്ളൂ, ഇതന്നെ മുഴുവൻ അറിയില്ല, പിന്നെയല്ലേ. ധർമാധർമാദി പ്രതിബദ്ധജ്ഞാനശക്തിത്വാത്. ധർമാധർമാദി പ്രതിബദ്ധ, ധർമ്മം അധർമ്മം. അപ്പോൾ ധർമാചരണത്തിൻ്റെ ഫലമായിട്ട് പുണ്യം, അധർമാചരണത്തിൻ്റെ ഫലമായിട്ട് പാപം. എന്താ പുണ്യം പാപം? ലളിതമായി നമുക്കിങ്ങനെ പറയാം, അന്ധക്കരണത്തെ കൂടുതൽ മലീമസമാക്കുന്നതാണ് പാപം എന്ന് പറയാം. അന്ധക്കരണത്തിൻ്റെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതാണ് പുണ്യം എന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ പുണ്യപാപങ്ങളെ പറയാൻ വിഷമമാണ് ഇല്ലേ? എന്താ അഭിപ്രായം? അന്ധക്കരണത്തെ കൂടുതൽ മലീമസമാക്കുന്നതാണ് പാപങ്ങൾ. നമ്മൾ ജീവിതത്തിൽ മനസ്സാക്ഷിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുക, അങ്ങനെ മനസ്സാക്ഷിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമ്മുടെ അന്ധക്കരണം കൂടുതൽ 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 മലീമസമാകും. അതാണ് പാപസംസ്കാരങ്ങൾ. മനസ്സാക്ഷിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തന്നെ മനസ്സും ബുദ്ധിയും കൂടുതൽ നിർമ്മലമാകും. അപ്പോൾ കൂടുതൽ മറയ്ക്കപ്പെട്ടാൽ അറിവ് പ്രകാശിക്കില്ല, ആവരണം വന്ന് മൂടും. ഇങ്ങനെ ധർമാധർമാദി സംസ്കാരങ്ങളാൽ പ്രതിബദ്ധമായ, മറയ്ക്കപ്പെട്ട, തടയപ്പെട്ട ജ്ഞാനശക്തിയോട് കൂടിയവനായതുകൊണ്ട് നീ അറിയുന്നില്ല, നീ ധർമാധർമ്മങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഞാനാകട്ടെ, അഹം പുനഃ, ഞാനാകട്ടെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായതുകൊണ്ട്, നിത്യനും ശുദ്ധനും ബുദ്ധനും മുക്തനും ആയതുകൊണ്ട്, എൻ്റെ സ്വഭാവം അതാണ്. നിത്യനാണ്, നാശരഹിതനാണ്. ഇത് ഓരോന്നും പറയുമ്പോൾ നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ, മുൻ അധ്യായങ്ങൾ ഓർമ്മിക്കണം. അജോ നിത്യശാശ്വതോയം പുരാണഃ ഇത്യാദി. ശുദ്ധനാണ്, അവിദ്യാലേശമില്ലാത്തവനാണ്, ബുദ്ധനാണ്, കാലാതീത ജ്ഞാനത്തോടൊത്തവനാണ്, മുക്തനാണ്, ബന്ധനരഹിതനാണ്. അതാണ് ഈശ്വര സ്വഭാവം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ്. അനീശ്വരത്വം എന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ചു, അനിത്യത്വം, അശുദ്ധത്വം, അജ്ഞാനം, ബന്ധത്വം. ഇതാണ് ജീവൻ്റെ സ്വഭാവം. താൻ ഈശ്വരനാണെന്നുള്ള ബോധം ആരിൽ പ്രകാശിക്കുന്നോ അവൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണെന്നറിയും, അവന് ബന്ധനമില്ല. അതുകൊണ്ട് അനാവരണ ജ്ഞാനശക്തി, എൻ്റെ ജ്ഞാനശക്തി മറയ്ക്കപ്പെടുന്നില്ല, അനാവൃതമാണ്, ആവൃതമല്ല, മറയ്ക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അറിയുന്നു ഹേ പരന്തപ.
അപ്പോൾ ഈ ഒരു വ്യത്യാസം പറയുമ്പോൾ അർജുനൻ്റെ ഉള്ളിലും ഒരു ചിന്ത വരും, എന്ത്, എനിക്കും അജ്ഞാനത്തെ ഇല്ലാതാക്കണം എന്ന്, എനിക്കും ഈ ആവരണത്തെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത വരും. അതുകൊണ്ടാണ് പരന്തപ എന്ന് വിളിച്ചത്. പരന്തപ, പരമായതിനെ, അജ്ഞാനത്തെ തപിപ്പിക്കാൻ നിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്, അത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ നിനക്കും ഇതൊക്കെ അറിയുന്ന ആളായി മാറാം എന്ന് സൂചനയാണ് പരന്തപ എന്നുള്ള വിളിയിൽ. അപ്പം ഇത് രണ്ടും കൂടി ഒരു യോജിക്കായിക ഉണ്ടല്ലോ. ഭഗവാൻ ഇവിടെ ഒരു യോജിക്കായിക തിരുത്താൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് ഇത് പറഞ്ഞേ. പക്ഷെ ഇവിടെ അതിനേക്കാൾ വലിയ യോജിക്കായിക ഉണ്ട്, ശ്രദ്ധിച്ചാൽ ഇല്ലേ? എന്താ യോജിക്കായിക? ഇവിടെ ഒരു യോജിക്കായിക തോന്നിയപ്പോഴാണ് അർജുനൻ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് അധികം കുഴപ്പമായിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഈശ്വരനാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അവന് ജന്മം ഉണ്ടാവുമോ? ജന്മം അവിദ്യാബദ്ധർക്കല്ലേ ഉണ്ടാവുക. അവിദ്യാബദ്ധരായിട്ട് ശരീരാദ്യ ഉപാധികളിൽ ഞാനെന്ന അഭിമാനത്തോടു കൂടി കഴിയുന്നവർക്കാണ് വീണ്ടും വീണ്ടും ജന്മം. അപ്പോൾ ജന്മമുണ്ടെന്ന് പറഞ്ഞാൽ അജ്ഞാനിയാണെന്ന് സമ്മതിക്കണം. അല്ല, അജ്ഞാനി അല്ല എന്നാണ് പറയുന്നതെങ്കിൽ ജന്മമില്ല എന്ന് പറയണം. എന്നാൽ ഭഗവാൻ ഇവിടെ പറഞ്ഞെന്താ? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ എനിക്ക് അനേക ജന്മങ്ങളുണ്ടെന്നാ. അത് യോജിക്കണില്ലല്ലോ. അത് യോജിക്കണില്ല. അങ്ങയുടെ വാക്യത്തിൽ ഒരു യോജിക്കായിക കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചേ. അതിന് മറുപടി പറഞ്ഞപ്പോൾ കൂടുതൽ യോജിക്കായികയാണ്. കാരണം ഈശ്വരനാണെങ്കിൽ ജന്മം ഉണ്ടാവില്ലല്ലോ, ജന്മമുണ്ട് എന്നാണെങ്കിൽ ഈശ്വരനല്ലല്ലോ. ഇതാണ് അതാണ് പ്രശ്നം. അപ്പം ഈ പ്രശ്നം ഉന്നയിക്കുകയാണ്. കഥം തർഹി തവ നിത്യേശ്വരസ്യ ധർമാധർമാഭാവേ അപി ജന്മ ഇതി ഉച്യത്തെ. കഥം തർഹി തവ നിത്യേശ്വരസ്യ ധർമാധർമാഭാവേ അപി ജന്മ ഇതി ഉച്യത്തെ. അതെങ്ങനെയാണത്? യോജിക്കില്ലല്ലോ കൃഷ്ണ നീ പറയണത്. കള്ളത്തരം പറയാനും വേണ്ടേ പഠിക്കുക, യോജിക്കണ്ടേ? തട്ടിപ്പ് പറയുകയാണെന്ന് വെച്ചാൽ അതൊന്ന് യോജിപ്പിച്ച് പറയണ്ടേ? എന്താണ് യോജിക്കുക? ഒരു ഭാഗത്ത് നീ നിത്യനായ ഈശ്വരനാണെന്ന് പറയുക. നിത്യനാണെന്ന് പറഞ്ഞാൽ ജന്മം ഉണ്ടാവുമോ? നിത്യം ജനിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിയാവില്ല. നിത്യം ജനിക്കണമെന്ന് പറയാൻ പറ്റില്ല. ജനിക്കണത് അനിത്യനാണ്. കാരണം ജനിച്ചവന് മരണം ഉറപ്പാണ്. നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു എന്നൊക്കെ നീ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജനിച്ച ആൾക്ക് മരണം ഉറപ്പാണ്. മരിക്കുന്ന ആൾക്ക് നിത്യം എന്ന് പറയുകയോ? ഇല്ല. നിത്യനല്ല ചാ ഈശ്വരനാന്ന് പറയുകയോ? ഇല്ല. അപ്പോൾ ഈശ്വരനാണെന്നും പറയുക, ജന്മം ഉണ്ടെന്നും പറയുക. ഇത് രണ്ടും കൂടി എങ്ങനെ യോജിക്കുക? അതാണ് നിത്യസ്യ ഈശ്വരസ്യ ധർമാധർമാഭാവേ. അപ്പം ധർമാധർമ്മങ്ങളാൽ ബദ്ധനല്ലല്ലോ ഈശ്വരൻ. ധർമാധർമ്മങ്ങളാൽ ബദ്ധനാണെങ്കിൽ ഈശ്വരനാന്ന് പറയാൻ പാടില്ല, ജീവനാണെന്ന് പറയണം. ധർമാധർമ്മങ്ങളാൽ ബദ്ധനല്ലെങ്കിൽ ജന്മമില്ല. അപ്പം നീ ഈശ്വരനാണ്, ധർമാധർമ്മങ്ങളാൽ ബദ്ധനല്ല എന്നൊരു ഭാഗത്ത് പറയുക, മറ്റൊരു ഭാഗത്ത് പറയുക എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പറയുക. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുക? വിരുദ്ധല്ലേ ഇത്? ധർമാധർമാഭാവേ അപി ജന്മ ഇതി ഉച്യതേ. ഇതെന്താ? അത് വിരുദ്ധാണല്ലോ. അതെങ്ങനെയാത് ചോദ്യം? ഇത് അർജുനൻ ചോദിച്ചില്ല, ചോദിക്കാതെ തന്നെ ചോദിക്കും എന്നുള്ളത് ഭഗവാൻ അറിയാം. ഇങ്ങനൊരു ചോദ്യം ശ്രദ്ധിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരും എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പറയുകയാണ്, അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ
സംഭവാമ്യാത്മമായയാ. അജഹ അപി സൻ അവ്യയാത്മാ അപി സൻ ഭൂതാനാം ഈശ്വരഃ അപി സൻ സ്വാം പ്രകൃതിം അധിഷ്ഠായ ആത്മമായയാ സംഭവാമി. അജഹ അപി സൻ, വാസ്തവത്തിൽ ജന്മരഹിതനാണെങ്കിലും പരമാർത്ഥത്തിൽ എനിക്ക് ജന്മമില്ല, എനിക്കറിയാം ജന്മമില്ല. ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ സ്വാഭാവികമായി മാത്രമാണ്. പരമാർത്ഥത്തിൽ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് എനിക്കറിയാം. അതാണ് അജഹ അപി സൻ, വാസ്തവത്തിൽ ജന്മരഹിതനാണെങ്കിലും അവ്യയാത്മാ അപി സൻ കൂട്ടിച്ചേർക്കുക, നാശരഹിതനാണെങ്കിലും, അതായത് മരണമില്ലാത്തവനാണെങ്കിലും, ഭൂതാനാം ഈശ്വരഃ അപി സൻ, സകല ഭൂതങ്ങളുടെയും ഈശ്വരനാണെങ്കിലും, യേശഃ അന്തർയമയതി, ഇവൻ ഉള്ളിലിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്നൊക്കെ ശ്രുതിയുണ്ട്. സകല ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവനാണെങ്കിലും, സർവേശ്വരനാണെങ്കിലും എന്നർത്ഥം. ആണെങ്കിലും സ്വാം പ്രകൃതിം അധിഷ്ഠായ, സ്വന്തം പ്രകൃതിയെ അധിഷ്ഠാനമാക്കിയിട്ട് ആശ്രയിച്ചിട്ട് സംഭവാമി ആത്മമായയാ, സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ സംഭവിക്കുന്നു. ഇവിടെയാണ് വ്യത്യാസം. മായാബദ്ധരായിരിക്കുന്നു ജീവന്മാർ. മായാബദ്ധരാകുമ്പോൾ ആ യവനികയാൽ മറയ്ക്കപ്പെടുന്നത് കൊണ്ട് ജ്ഞാനശക്തിക്ക് പ്രതിബന്ധം വരുന്നു, ക്രിയാശക്തിക്ക് പ്രതിബന്ധം വരുന്നു, ഇച്ഛാശക്തിക്ക് പ്രതിബന്ധം വരുന്നു. ഇച്ഛാക്രിയ ജ്ഞാന 3 ശക്തികൾക്കും പ്രതിബന്ധം വരുന്നു. എന്നാൽ ഭഗവാൻ മായയെ സ്വയം വശീകരിച്ച് വച്ചിരിക്കുന്നവനാണ്. ജ്ഞാനിയുടെ ലോകസംഗ്രഹ പ്രവൃത്തി പോലെയാണ്, ഒരു നടൻ അഭിനയിക്കുന്നത് പോലെയാണ്. ഒരു കുഞ്ഞ് മരിച്ച് അച്ഛൻ കരയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഒറ്റ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ചു, അച്ഛൻ പൊട്ടി കരയുന്നു. തൻ്റെ ഏകസന്താനം മരിച്ചിട്ടുള്ള അച്ഛൻ്റെ വേഷം അഭിനയിക്കുന്നു നടൻ. അയാളും പൊട്ടി കരയുന്നു. ആരുടെ കരച്ചിലായിരിക്കും കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് അധികം ദുഃഖം ഉണ്ടാക്കുക? നടൻ്റെ ആവും, സംശയമില്ല. അത്ര തന്മയമായിട്ടാണ് അയാൾ കരയുന്നത്. അതെ, അയാൾക്ക് എന്ത് ദുഃഖം? ഒരു ദുഃഖവും. അയാൾ അഭിനയിക്കുകയാണ്. ചിലപ്പോൾ അഭിനയത്തോട് താതാത്മ്യപ്പെട്ടു പോവും, അത് ശരിയാ. അഭിനയത്തോട് കുറച്ചൊന്ന് താതാത്മ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു കഥയുണ്ട് രസകരമായിട്ട്. ഭഗവാൻ പന്നിയായിട്ട് അവതരിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നാട്ടിലങ്ങനെ നടക്കുകയാണ്, പിന്നാലെ കുറേ എണ്ണമായിട്ട്. അല്ല, ഇതെന്താ അത്, തിരിച്ചു പോകണ്ടേ? ഇവിടെ നല്ല സുഖമാണെന്ന്. ഏത് ഈ ചളിയിൽ ഇങ്ങനെ കിടക്കുക, കുറേ കുട്ടികളുമായിട്ട് ഇങ്ങനെ നടക്കുക എന്നൊക്കെ ഉള്ള നല്ല സുഖമാണെന്ന്. ഒരു നേരം പോക്കായിട്ട് പറഞ്ഞതാണ്. ഇത്ര പോലും താതാത്മ്യം വന്ന് പോകാം എന്നുള്ളതാണ്. അഭിനയത്തോട് താതാത്മ്യം വരാം. താതാത്മ്യം വന്നാൽ അഭിനയം നന്നാവും, എന്നാലും അതൊരു ബദ്ധനാവും, ഇല്ലേ? താതാത്മ്യം വന്നാൽ ആ താതാത്മ്യം മാറുന്നവരെ ബദ്ധനാവില്ല. എന്താ അഭിപ്രായം? ബദ്ധനാവും, സംശയമൊന്നുമില്ല. ഞാൻ അഭിനയിക്കാമെന്നറിയാം, പക്ഷെ അഭിനയിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനോട് താതാത്മ്യം വന്ന് പോയാൽ ആ താതാത്മ്യം ഒഴിയുന്നത് വരെ ബദ്ധനാവും. അങ്ങനെ ധാരാളം സന്ദർഭങ്ങളുണ്ട്. നമ്മളുടെ അറിവിൽപ്പെട്ട സന്ദർഭങ്ങൾ തന്നെ ധാരാളമുണ്ട്.
ഈ 62-ലല്ലേ ഭാര്യ സിനിമ ഇറങ്ങി ഇല്ലേ? അതെ, 62-ലാണ്. അതിൽ വളരെ ചെറുപ്പമാണ് അക്കാലത്ത് രാഗിണി, വളരെ ചെറുപ്പമാണ്. ഈ രാഗിണിയെ സത്യൻ അടിക്കുന്ന രംഗമുണ്ട്. ഒറ്റയടിയാ, നിലത്ത് വീണു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോണ്ടി വന്നു. അതെന്താ അത്? അതാ, പാവം ചെറിയ കുട്ടിയാണ്, ചെറിയ പെൺകുട്ടിയാണ്. ഇയാളുടെ പരിപരുത്തെ കൈ കൊണ്ടൊന്ന് കിട്ടിയാലെങ്ങനെ ഉണ്ടാവും? താഴെ വീണുപോയി. അതിനേക്കാൾ രസകരമായിട്ടുള്ളത് ചോദിച്ചിട്ടും തിരിച്ചറിയാത്ത രംഗമുണ്ട്, ചെമ്മീനിലുണ്ടായിട്ടുണ്ട്. ഷീലാന്ന് വളരെ ചെറുപ്പമാണ്, കൊട്ടാരക്കരയാണ്, അടിച്ചോടിക്കുകയാണ്. ഇവൾ മുറി കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ കാണൂല. വാതിൽ വരെ ചെറ്റക്കുടിലിൻ്റെ വാതിലിലേക്കേ ക്യാമറ ഉള്ളൂ. അത് കഴിഞ്ഞ് വാതിലിൻ്റെ ഉള്ളിലേക്ക് കയറി, അടി നിർത്തണില്ല. ഇനി എന്തിനാ എന്നെ അടിക്കണത്? അപ്പോഴാണ് അയാൾ ഓ സോറി, ക്ഷമിക്കണം. താതാത്മ്യങ്ങളാണ്, അതിനോടങ്ങ് ലയിച്ചു പോവുകയാണ്. ലയിച്ചാൽ താതാത്മ്യമായി. എന്നാലും അറിയാം ഞാൻ അഭിനയിക്കുകയാണെന്ന്. അപ്പം അഭിനയം നന്നാവും. അപ്പം മായാബദ്ധരായിട്ട് ഒരു വിഭാഗം, മറ്റേയാൾ മായയെ എടുത്ത് അണിഞ്ഞിരിക്കുന്നു. ദേഷ്യം പിടിച്ചാളും ദേഷ്യത്തെ പിടിച്ചാളും, അങ്ങനെയില്ലേ? കാണുന്നവർക്ക് ദേഷ്യം കൂടുതൽ ആൾക്കാർക്കും ദേഷ്യത്തെ പിടിച്ച ആൾക്കായിരിക്കും കാണുന്നവരുടെ ദൃഷ്ടിയിൽ. അയാൾക്കൊരു പ്രശ്നമില്ല, അയാൾക്ക് എപ്പോൾ വേണ്ടത് വിടാൻ പറ്റും. ദേഷ്യം പിടിച്ചാലോ? ദേഷ്യം പിടിച്ചാൽ നമ്മൾ അടിമയായി, ദേഷ്യം ഉടമയായി. ദേഷ്യത്തെ പിടിച്ചാൽ അതല്ല, ദേഷ്യത്തെ പിടിച്ചാൽ കാണുന്നവർക്ക് രണ്ടും ഒരുപോലെയാണ്, പക്ഷെ എപ്പോൾ വേണിച്ചാൽ വിടാൻ പറ്റും, അല്ലേ? ചിന്തിച്ചു നോക്കൂ. നമുക്ക് ദേഷ്യം പിടിക്കാറാണോ, ദേഷ്യത്തെ നമ്മൾ പിടിക്കാറാണോ എന്ന് ആലോചിച്ച് നോക്കുക. ദേഷ്യത്തെ നമുക്ക് പിടിക്കേണ്ടി വരും തീർച്ചയായിട്ടും, ഇല്ലാച്ചാലും ശരിയാവില്ല. അപ്പോൾ മായാബദ്ധരായി ലൗകികർ കഴിയുമ്പോൾ ഭഗവാൻ മായ ഇങ്ങോട്ട് വശീകരിച്ചിരിക്കുക. അതുകൊണ്ട് സാധാരണ ജീവങ്ങളെപ്പോലെ ജനിക്കുന്നതായിട്ട്, ലോക വ്യവഹാരം ചെയ്യുന്നതായിട്ട് എല്ലാം കാണപ്പെടുന്നു. അങ്ങനെയൊക്കെ കാണപ്പെടുമ്പോഴും ഞാൻ അവയിൽ നിന്ന് ഭിന്നനായി അലിപ്തനായി നിൽക്കുന്നു. ഇതാണ് താത്പര്യം. ഒരു വിജ്ഞാനിയുടെ ലോകസംഗ്രഹ പ്രവൃത്തികളും ഇങ്ങനെയാണ്. ഈ നാടകത്തിൻ്റെ രഹസ്യം മുഴുവൻ അറിയാം, എന്നിട്ടും ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി എന്ന് പറഞ്ഞ ക്രമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്വാത്മമായയാം സംഭവാമി. സ്വാത്മമായ കൊണ്ട് ഞാൻ സംഭവിക്കുന്നു. മായാവിയാണ്, മായയെ വശീകരിച്ച് സംഭവിക്കുന്നു. ഒരു മായാവി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടാണ് ജന്മം എടുക്കുന്നത് പോലും നമ്മൾ ഭ്രമിച്ചു പോകും. ഇപ്പോൾ ഒരു മായാവി ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില മായാപ്രദർശനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കെല്ലാം അറിയാം ഇനി വരാൻ പോകുന്നത് മായാപ്രദർശനമാണെന്ന് അറിയാം. എങ്കിൽ തന്നെയും പൊട്ടനൊരു സിംഹം നമ്മളെ നടുക്കി ചാടി വന്നാലോ ഭ്രമിച്ചു പോയില്ലേ? മായയാണെന്ന് അറിഞ്ഞ് കണ്ടാലും ഭ്രമിക്കും, ഇല്ല? എന്താ അഭിപ്രായം? സിനിമയിൽ പോയിട്ട് കണ്ടിട്ട് കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വൈകാരിക ഭാവങ്ങളൊക്കെ നമ്മളിൽ വരുന്നുണ്ട്. MGR സ്റ്റണ്ടിൽ കുറച്ചൊന്ന് താഴേക്ക് പോയപ്പോൾ കത്തി എറിഞ്ഞു കൊടുക്കുക അടക്കം ചെയ്തിട്ടുണ്ട്. അണ്ണാ പിടിയെന്ന് പറഞ്ഞിട്ട് കത്തി എറിഞ്ഞു കൊടുത്ത് സ്ക്രീൻ കീറിപ്പോയി, സിനിമ നിന്നു, ബഹളം കൂടി, സമൂഹം തീ വെച്ചു ടോക്കീസിന്. അന്ന് ഓല ഷെഡാണ്, തീ വെച്ചു. ഉണ്ടായിട്ടുള്ളതാണ്. കാരണം MGR തോൽക്കുകയെ, എന്താ കഥ? കത്തി എറിഞ്ഞു കൊടുത്തതാണ്, അങ്ങനെ സ്ക്രീൻ കീറിപ്പോയി. കണ്ട് എന്തിനാ അവരൊക്കെ പറയണത്? നമുക്ക് ഭ്രമം ഉണ്ടായിട്ടുണ്ട് പിന്നെയല്ലേ. നാളെ ഒരു 6D
കാഴ്ച കാണാൻ പോയിട്ട് ഭ്രമിച്ചിട്ടുള്ള കഥയൊന്നും പറയണ്ട. ആകെ ഭ്രമിച്ചു. ഇനി എന്നെ ഈ പരിപാടിക്ക് കൊണ്ടുപോകരുത് പറഞ്ഞു പിടിച്ചു കൊണ്ടുപോയ മക്കളോട്. ഒരു കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ്. എന്തൊരു കഷ്ടമാണ്. പൈസ കൊടുത്തിട്ടാണ് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നത്. പൈസ കൊടുക്കാണ്ട് വെറുതെ ആരെങ്കിലും വന്നിട്ട് അനുഭവിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ തിരക്കേടില്ല. അങ്ങോട്ട് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് കസേരയിലിടുക. അപ്പോൾ കസേര ഫിറ്റായിട്ടുള്ള കസേരയാണ്. പിന്നെ ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്തിനാ, അത് നീങ്ങാനൊന്നും പോകണില്ലല്ലോ. അപ്പോൾ മൂവ് ചെയ്യുന്നൊരു സാധനമാണെങ്കിൽ ബെൽറ്റ് ഇടുന്ന നമുക്ക് മനസ്സിലാക്കാം. അല്ല അത് വേണം. അത് കഴിഞ്ഞു ഷോ തുടങ്ങണതിന് മുമ്പ് സ്വാമിയുടെ കയ്യത്തെ മൊബൈൽ എടുത്ത് മാറ്റി വെച്ചോളൂ. എന്തിനത്? എൻ്റെ കയ്യിൽ മൊബൈൽ നിന്നോട്ടെ, എന്താ എന്തിനാ മാറ്റി? അല്ല നാളെ വെച്ചത് മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞതല്ല, നിയമമൊന്നുമില്ല മാറ്റി വെക്കണം. കുറച്ചു നേരം കഴിഞ്ഞ് പരിപാടി തുടങ്ങി. 7 മിനിറ്റ് അനുഭവിച്ചിട്ടുള്ളൂ. ഭഗവാനെ ആ 7 മിനിറ്റ് ജീവിതത്തിൽ മറക്കില്ല. ഞാൻ പോണ വണ്ടി മലയിൽ പർവ്വതത്തിൽ കൂട്ടിമുട്ടുന്നു, പൊട്ടിച്ചെതറുന്നു, താഴേക്ക് വീഴുന്നു. എന്നിട്ട് ഞാൻ താഴേക്ക് വീഴുമ്പോൾ മൃഗങ്ങൾ വായ പൊളന്ന് നിൽക്കണു. ഒന്നും പറയണ്ട. എന്തൊക്കെയാണ് സംഭവിച്ചത് 7 മിനിറ്റ് കൊണ്ടെന്ന് പറയാൻ വയ്യ. ഓ, ഹൃദയം ശക്തമാണെന്ന് അന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ പോണ്ടതാണെന്ന്. അതെ, എന്തൊക്കെ അനുഭവങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ട്, ദേഹം മുഴുവൻ നനയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരുവിധം രക്ഷപ്പെട്ട് ശ്വാസം വീണു. അപ്പോഴാണ് ഈ മക്കൾ പറയുന്നത്, സ്വാമി അതിൻ്റെ ഉള്ളിൽ ട്രാക്കുളുണ്ട്, അതും കൂടി ഒന്ന് പോയി കാണാം. ഞാൻ പറഞ്ഞു തന്നെ മതിയായടാ, നീ പോയിക്കോ. അപ്പോഴാണ് അവർ രഹസ്യം പറയണത്. ഞങ്ങളെ കൊണ്ടുപോകില്ല, അച്ഛനും അമ്മയും ഞങ്ങൾ പല പ്രാവശ്യം പോയതാണ്. അപ്പോൾ സ്വാമീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കും കൂടി പോകാനുള്ള ചാൻസ്. അതിന് തന്നെ കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ധാരാളം മതിയായിട്ടുണ്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ചിന്തിക്കുക എന്തിനത്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് പോയാലുള്ള സ്ഥിതി അതാണ്. അതൊക്കെ കഥയൊന്നും പറയല്ല, ഉള്ള പോലെ പറയുക. അപ്പോൾ ഇങ്ങനെ മായാബദ്ധരായിട്ട് നമ്മൾ കഴിയുന്നു. ഇയാളതല്ല, ഇയാൾ മായയെ പിടിച്ചു വെച്ചിരിക്കുക. എല്ലാവരും ഉപേക്ഷിക്കാൻ വിചാരിക്കുന്ന ആളെ എന്തിനാ പിടിച്ചു വെക്കണത്? ആ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വരും. അത് തുടർന്ന് പറയും അടുത്ത ശ്ലോകത്തിൽ. ഇപ്പം ഇത് നോക്കൂ. അജഹ അപി ജന്മരഹിതഃ അപി സൻ തഥാ അവ്യയാത്മാ അക്ഷീണജ്ഞാനശക്തി സ്വഭാവഃ അപി സൻ തഥാ ഭൂതാനാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാം ഈശ്വരഃ ഈശനശീലഃ അപി സൻ പ്രകൃതിം സ്വാം മമ വൈഷ്ണവീം മായാം ത്രിഗുണാത്മികാം യസ്യാഹ വശേ സർവം ജഗത് വർത്തത്തെ യയാ മോഹിതം സത് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി താം പ്രകൃതിം സ്വാം അധിഷ്ഠായ വശീകൃത്യ സംഭവാമി ദേഹവാൻ ഇവ ഭവാമി ജാത ഇവ ആത്മമായയാ ആത്മനഃ മായയാ ന പരമാർത്ഥതഃ ലോകവത്. അപ്പം ജന്മരഹിതനാണെങ്കിലും അതാണ് അജഹ അപി ജന്മരഹിതഃ അപിസൻ. അപിസൻ എന്ന് പറഞ്ഞാൽ ആണെങ്കിലും, ജന്മരഹിതനാണെങ്കിലും തഥാ അവ്യയാത്മാ അക്ഷീണജ്ഞാനശക്തി സ്വഭാവഃ ഒരിക്കലും ക്ഷയിക്കാത്ത ജ്ഞാനശക്തിയോടൊത്തവനാണെങ്കിലും, സദാ പ്രകാശിതമാകുന്ന ജ്ഞാനശക്തിയോട് കൂടിയവനാണെങ്കിലും അപീസൻ. ഇതൊക്കെയാണ് ഞാൻ. അതിലുപരിയായിട്ട് ഭൂതാനാം ഈശ്വരഃ അപീസൻ. ബ്രഹ്മാദി സ്തംഭപര്യന്താനാം ഭൂതാനാം ഈശ്വരഃ ഈശനശീലഃ. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകലത്തിൻ്റെയും ഈശ്വരനാണ്. ബ്രഹ്മാവ് മുതൽ ഈ നമ്മൾ ജീവങ്ങളുടെ ക്രമം പറയുമ്പോൾ ദേവയോനിയാണ് ആദ്യം പറയുക. ദേവയോനിയിൽ ഒന്നാമനാരാ? ബ്രഹ്മാവാണ്. ബ്രഹ്മാ ദേവാനാം പ്രഥമ സംബഭൂവ എന്ന് ശ്രുതിയുണ്ട്.
ബ്രഹ്മാദേവാനാം പ്രഥമ സംബഭൂവ. ബ്രഹ്മാവ് ദേവന്മാരിൽ പ്രഥമനായിട്ട് സംഭവിക്കുന്നു. അപ്പം അവിടുന്നാണ് തുടങ്ങി പിന്നെ സകല ദേവന്മാരെയും കൂട്ടി, ദേവഗണങ്ങളെ കൂട്ടി, പിന്നെ മനുഷ്യനെ കൂട്ടി, പിന്നെയാണ് മറ്റ് ജീവികളിലേക്ക് പോവുക. അങ്ങനെ പോയി 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 പുൽക്കൊടി വരെ എന്നാണ് പറഞ്ഞത്. സ്തംഭം വരെ. സ്തംഭം പുൽക്കൊടി. പുൽക്കൊടിയുടെ താഴത്ത് ജന്തുക്കളില്ലേ? ഉണ്ട്. ഏകകോശ ജന്തുക്കളുണ്ട്, ഏകകോശ സസ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ജീവൻ്റെ കേവലം ഒരു പ്രകടീകൃത ഭാവം വരെയുണ്ട്. വേറൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവഭാവം പ്രകടമാക്കുന്ന ഘടകങ്ങളും ഉണ്ട്. എന്നാലും സാമാന്യമായിട്ട് ഒരു 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 പരിധി പറഞ്ഞിരിക്കുക. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ. അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഉള്ളത് കൂട്ടിക്കോളൂ. ബ്രഹ്മാവിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടാൻ നമുക്കറിയുണ്ടാവില്ല. അപ്പുറത്തേക്ക് വാങ്ങിച്ചാൽ കൂട്ടിക്കോളൂ ഇല്ലേ? ബ്രഹ്മാവ് മുതൽ ഏകകോശ സസ്യം വരെ എന്നൊക്കെ കൂട്ടിക്കോളൂ, വിരോധമില്ല. സകലവും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് അപിസൻ. ആണെങ്കിലും സ്വാം പ്രകൃതി മമ വൈഷ്ണവീം മായാം, എൻ്റെ വൈഷ്ണവിയായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന മായയെ, വൈഷ്ണവി എന്ന് പറയുമ്പോൾ വിഷ്ണോഹോ ഇയം ഇത് വൈഷ്ണവി, ഇത് വിഷ്ണുവിൻ്റെതാണ് എന്നുള്ള അർത്ഥത്തിലാണ് വൈഷ്ണവി എന്ന് പറയുന്നത്. വേറൊരർത്ഥം സർവവ്യാപി, സർവവ്യാപക ധർമ്മത്തോടു കൂടിയതായ മായയെ സ്വീകരിച്ചിട്ട് ത്രിഗുണാത്മികാം, സത്വരജ തമോ ഗുണാത്മികയായ മായയെ സ്വീകരിച്ചു. മായയിൽ ഗുണം നിഹിതമാണ്. മായയും ഈശ്വരനും അനന്യങ്ങളാണ്. പിന്നെ എങ്ങനെ അനന്യമാണെങ്കിൽ രണ്ടായി പറയുക? വ്യവഹാര ദൃഷ്ടിയിൽ നോക്കുമ്പോൾ മാത്രമാണ് രണ്ടായി പറയണത്. ഏതുപോലെ ഒരാൾ പറയുകയാണ് എനിക്ക് തീ കൊണ്ട് പൊള്ളി പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു തീയുടെ ചൂട് കൊണ്ട് പൊള്ളി എന്ന് പറഞ്ഞു. ഏതാ ശരി? രണ്ടും ശരിയാണ്. തീ പൊള്ളി പറഞ്ഞാലും തീ ചൂട് കൊണ്ട് പൊള്ളി പറഞ്ഞാലും ശരിയാണ്. പക്ഷെ നമ്മൾ തീയിനെയും ചൂടിനെയും വേർതിരിക്കാറുണ്ടോ? വേർതിരിക്കാൻ കഴിയാറുണ്ടോ? ഇല്ല. വേർതിരിക്കാൻ കഴിയാത്ത വിധം അവ അനന്യമാണ്. എങ്കിലും പൊള്ളുക എന്നുള്ള വ്യവഹാരത്തെ പരിഗണിക്കുമ്പോഴാണ് തീയുടെ ചൂട് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ളൂ ഈശ്വരനുമായും. അഭിന്നമാണ്. വ്യവഹാര ദൃഷ്ടിയിൽ നോക്കിയാൽ ഭിന്നമാണ്, പരമാർത്ഥ ദൃഷ്ടിയിൽ അഭിന്നമാണ്. അഭിന്നാപ്യുഭയാത്മികാനോ എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ഭിന്നയുമല്ല അഭിന്നയുമല്ല, എന്നാൽ പിന്നെ ഉഭയാത്മികയാണോ? അതുമല്ല. അങ്ങനെയുള്ളതായ സ്വശക്തിയെ പ്രകടമാക്കിയിട്ട് യസ്യാഹ വശേ സർവം ജഗത് വർത്തതേ, യാതൊരുവളുടെ വശത്തിലാണോ സർവജഗത്തും വർത്തിക്കുന്നത്, ഈ ജഗത്തിനെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് യാതൊരുവളാണോ, ഏയാ മോഹിതം സത് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി, യാതൊരുവളാൽ മോഹിക്കപ്പെട്ടാൽ ഈ ജനങ്ങൾ തൻ്റെ വാസുദേവ സ്വരൂപത്തെ അറിയുന്നില്ലയോ. അവിടെ വാസുദേവ സ്വരൂപം എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലല്ല. വാസുദേവ സർവമിതി, ഇതെല്ലാം വാസുദേവനാണ് എന്ന ബോധം ഉണ്ടാവണില്ല. അതൊക്കെ വിശേഷപ്പെട്ട ചിലരൊക്കെ വാസുദേവന്മാരാണേ, ഇല്ലേ? അങ്ങനെ ഉണ്ട്. രാമൻ, കൃഷ്ണൻ, ഇവരൊക്കെ വാസുദേവന്മാരാണ്. നമ്മൾ സാധാരണ ഇവിടെ അങ്ങനെ ഇല്ലേ? അങ്ങനെയല്ലേ? അതെന്താ? അത് ഈ മായാൽ മോഹിക്കപ്പെട്ട് സ്വരൂപബോധമില്ലാതെ വരുമ്പോഴാണ് തൻ്റെ വാസുദേവഭാവം തിരിച്ചറിയാതെ പോകുന്നത്. അങ്ങനെയുള്ളതായ മായയെ വശീകരിച്ച് താം പ്രകൃതിം സ്വാം അധിഷ്ഠായ, ആ പ്രകൃതിയെ വശീകരിച്ച് സംഭവാമി ദേഹവാൻ ഇവ ഭവാമി, ദേഹവാനെ പോലെയായിത്തീരുന്നു. നമ്മൾ ഓരോരോ വേഷം അണിയുമ്പോൾ ആ വേഷത്തിനനുസരിച്ച അഭിനയങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ വേഷം കെട്ടുണ്ട് ഇല്ലേ? ഇല്ല. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഭാവമാണോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ? അല്ല, അല്ല, വ്യത്യാസമുണ്ട്. മറ്റൊരു ജോലി ചെയ്യുമ്പോൾ അത് ആ ഭാവം എടുത്തണിയും. എല്ലായ്പ്പോഴും ഒരു ഭാവമല്ല. ഒരു ദിവസം നമ്മൾ തന്നെ എത്ര എത്ര ഭാവങ്ങൾ എടുത്തണിയുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം അതൊന്നും അല്ല നമ്മളെന്നറിയാം. കുഞ്ഞിനോട് വ്യവഹരിക്കുമ്പോൾ ഒരു ഭാവം, പത്നിയോട് വ്യവഹരിക്കുമ്പോൾ ഒരു ഭാവം, പതിയോട് വ്യവഹരിക്കുമ്പോൾ ഒരു ഭാവം, ഭിന്നമാണ്.
ഈ അനേക ഭാവങ്ങളെ നമ്മൾ എടുത്ത് അണിഞ്ഞ് ഈ ലോകത്തിൽ വ്യവഹരിക്കുകയാണ്. ഓരോന്നും ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതല്ല ഞാൻ, പക്ഷെ അന്നേരം അത് തന്നെയാവും. ഒരു നിമിഷം കഴിഞ്ഞാൽ മനസ്സിലാവും, ഓ അതല്ലായിരുന്നു, അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തണിഞ്ഞ ഭാവമാണ്. അത്രയല്ലേ ഉള്ളൂ, അല്ലാണ്ടുണ്ടോ? ചില ഭാവത്തോട് കുറച്ച് ദീർഘതാതാത്മ്യം തോന്നിയെന്ന് വരും, അത്രയേ ഉള്ളൂ. കുറച്ച് ദീർഘകാല താതാത്മ്യം ചിലതിനോട് തോന്നി വരും. അതിൽ കവിഞ്ഞുണ്ടോ? എന്താ അഭിപ്രായം? ഞാൻ എൻ്റെ പതിയാണ്, ഞാൻ എൻ്റെ പത്നിയാണ് എന്ന് മുതൽക്ക് ഒരു കടലാസിൽ ഒപ്പിട്ട മുതൽക്ക് അല്ലേ? അങ്ങനെ വക്കീലിൻ്റെ പോയി 2-3 പ്രാവശ്യമൊക്കെ കുടുംബ കോടതിയിലൊക്കെ ഇരുന്നു, മൂന്നാമത് ഒരു ഒപ്പിട്ടു, അടുത്ത ഒപ്പ്. എന്തായി? ഇപ്പം എന്തായി? ഇപ്പം മുൻ പത്നി, മുൻ പതി, അതെൻ്റെ എക്സ് ഹസ്ബൻഡ്, എൻ്റെ എക്സ് വൈഫാണെന്ന് പറയും. ഇപ്പം അവളെ വൈഫാന്ന് തോന്നിയാലും കണ്ടാവും, തല്ലുകൊള്ളും ഇല്ലേ? ഇല്ല? എന്താ അഭിപ്രായം? അപ്പോൾ ഇത് എന്തിൻ്റെ മുകളിലാണ്? അപ്പോൾ ഇത് ഒരു ഒപ്പിൻ്റെ മുകളിലാണ്, അത്രയേ ഉള്ളൂ. ഇതാ സത്യം. അത് കുറച്ചൊരു ദീർഘകാല താതാത്മ്യം ഉണ്ടാവും. ആ താതാത്മ്യം വെച്ചാൽ അത് കഴിഞ്ഞു. ഇങ്ങനെ എന്താ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കണേ? പിന്നെ ഒരു താതാത്മ്യം വേണം, അതൊരു സുഖ. അതിന് വേണ്ടി എടുത്ത് അണിയാൻ ഓരോന്ന്, അല്ലാണ്ട് ഇപ്പം എന്താ ഉള്ളത്? ശരി, പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ടാവും, അതൊന്നും വേണ്ട. അപ്പോൾ പ്രകൃതിം സ്വാം അധിഷ്ഠായ വശീകൃത്യ, ഈ മായാപ്രകൃതിയെ വശീകരിച്ച് വെച്ചിട്ട് ആത്മമായയാം. അതാണ് ഓരോ വേഷം കെട്ടുകയാണ്, ഓരോ സന്ദർഭത്തിനനുസരിച്ച്. ഇത് ഭഗവാൻ മാത്രമല്ല, നമ്മളൊക്കെ കെട്ടിട്ടുണ്ട്. ഭഗവാൻ ആയിരക്കണക്കിനുണ്ടാവും, നമുക്കൊരു 10-15 ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ 10 കണക്കിന് വേഷം കെട്ടുണ്ടാവും, ഭഗവാൻ ലക്ഷക്കണക്കിന് വേഷം കെട്ടുണ്ടാവും. ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ മാതിരി വേണ്ടേ? ഇതൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോണ്ടേ? വസ്തുതയുടെ മുമ്പിൽ വരുമ്പോൾ ഒന്ന് നന്ദഗോപരുടെ മുമ്പിൽ വന്നാലോ അത് വേറെ ഒന്ന് ഇല്ലേ? അങ്ങനെയല്ലേ? ആത്മമായയ, ആത്മനഃ മായയ, തൻ്റെ മായ കൊണ്ട്. അവിടെയാണ് വ്യത്യാസം. മറ്റുള്ളവർ ഭഗവാന്റെ മായ എന്ന് പറഞ്ഞിട്ട് അതിനാൽ ബദ്ധരായിട്ടാണ്. ഇത് ഞാൻ മായ തന്നെ എടുത്തണിയുക എന്നുള്ളത് അസലായിട്ട് അറിയാം. ഞാനാണ് ഈ വേഷം കെട്ടുന്നത് എന്ന് അറിഞ്ഞും കൊണ്ട് വേഷം കെട്ടുകയാണ്. വേഷം കെട്ടിയിട്ട് അഭിനയിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആ വേഷം അഴിച്ചു വയ്ക്കാം. എന്നാലും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ താതാത്മ്യം തോന്നാം, അത്രയേ ഉള്ളൂ. അത് ഒരിക്കൽ ഈ ചേമഞ്ചേരി പറയുകയുണ്ടായിട്ടുണ്ട്. കൃഷ്ണനായിട്ട് വേഷം കെട്ടി ഇങ്ങനെ ആടുമ്പോൾ ചിലപ്പോൾ ഒരു കൃഷ്ണനായിട്ട് തോന്നുന്നത്, അപ്പോൾ നല്ല സന്തോഷമാണ്. ആ ഒരു സെക്കൻഡേ ഉണ്ടാവുള്ളൂ, ഒരു സെക്കൻഡ് നേരം അത് കൃഷ്ണനായിട്ടാവുന്നു. അതെങ്ങനെ ആ ഭാവാവേശം വരുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ ആൾ തന്നെയായി. ആത്മമായ, ആത്മനഃമായ ന പരമാർത്ഥതഃ, പരമാർത്ഥത്തിലല്ല. ഏതുപോലെ ലോകവത്ത്, ലോകം അത് തന്നെയാണ്. ലോകദൃഷ്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്താണോ ഇപ്പോൾ കെട്ടിയുള്ള വേഷം ഇത് തന്നെയാണ്. വേഷം കെട്ടിയാന്ന് പറയണേനെ കേൾക്കണേനെ ഇഷ്ടമല്ല. ഞാൻ ഭർത്താവാണെന്നുള്ളത് സത്യമല്ലേ? സ്വാമി എന്താ അങ്ങനെ പറയണത്? അവളെൻ്റെ ഭാര്യയല്ലേ? പിന്നെ അത് എൻ്റെ കുട്ടിയല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? ആണെന്ന് പറഞ്ഞാണ് അല്ലേ? ഇപ്പം നാട്ടിലിപ്പോൾ ഏറ്റവും വലിയ ഒരു വ്യാപാരം, നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഉണ്ടാവും. അതിലേറ്റവും വലിയ ഒരു വ്യാപാരമാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ. അതെ, നമ്മുടെ ജീവിത ശൈലി മാറുന്നതിനനുസരിച്ച് സന്താനോൽപാദനത്തിൻ്റെ ശക്തി കുറഞ്ഞ് ഇത് അഞ്ചെന്നാൽ പിന്നെ ഉണ്ടാവണില്ല എന്നാണ് വിചാരിച്ചാൽ പോരെ? എല്ലാവർക്കും കുട്ടികളുണ്ടാവുമോ? ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചാൽ പോരെ? അപ്പോൾ നാട്ടുകാർ താടിക്ക് കൈ കൊടുക്കണ കാണുമ്പോൾ പ്രശ്നമായി. നാട്ടുകാർക്ക് ആ പ്രശ്നം അല്ല, കല്യാണം കഴിഞ്ഞിട്ട് 2-3 കൊല്ലമൊക്കെ ആയല്ലോ,
എന്നിട്ടൊരു കുഞ്ഞിക്കാലമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം. അങ്ങനെ പോയി അവിടെ പോയി ഉള്ള പൈസ മുഴുവൻ കൊടുത്തു, ഇവിടെ പോയി ഉള്ള പൈസ മുഴുവൻ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞത്, എടേ ഇന്ന സ്ഥലത്ത് പോയാൽ മതി, ഉറപ്പാണ്. ഉറപ്പാണ്. അങ്ങനെ അവിടെ പോയി ഉറപ്പ്. എൻ്റെ കുട്ടീനെയായിട്ട് വരികയാണ്. സ്വാമി, കുട്ടി ഉണ്ടായി സ്വാമി, വളരെ സന്തോഷം, നന്നായി, കുട്ടിക്ക് നമുക്ക് പേരിടാം, ചോറ് കൊടുക്കാം, ഒരു ദക്ഷിണയൊക്കെ തന്നാൽ മതി. ഇവിടെയാണ് അന്തർനാടകം പറയാൻ പോണത്. അവിടെ ക്ലിനിക്കിൻ്റെ ചുറ്റുപാടുള്ള 100 കണക്കിന് വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നുള്ള പല അമ്മമാരും താമസിക്കുന്നുണ്ട്. അറിയണത് മാത്രമേ പറയുള്ളൂ, അറിയാത്തത് പറയില്ല. ഒരിക്കലും അസത്യം കുറ്റാരോപണം പറയില്ല. അറിയണത് മാത്രമാണ് പറയണത്, സ്ഥലപ്പേര് പറയണില്ല എന്ന് മാത്രം. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ, അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് കുട്ടികളുണ്ടാവും. ഒരു 30-40 വീടെങ്കിലും ഉണ്ട്. ഓരോ വീട്ടിലും 10-15 അമ്മമാരുണ്ട്, യുവതികൾ. ബാക്കി പറയണ്ടല്ലോ, ബാക്കി പറയണം. പിന്നെ ചെറുപ്പക്കാർക്ക് ദിവസവും ഒരു 500 റുപ്യ വീതം കിട്ടും, ഒറ്റ പ്രാവശ്യം ബീജം കൊടുത്താൽ. കോളേജിൽ പോണ വഴിക്ക് ഒന്ന് പോയി ഒരു ബീജം കൊടുത്താൽ 500 റുപ്യ. അന്ന് ഇഷ്ടലായിട്ട് കിറുങ്ങാൻ ചൊല്ലാനായി, ഒരു കുഴപ്പമില്ല. മറ്റത് അണ്ടം കൊടുക്കാൻ തയ്യാറായിട്ട് സ്ത്രീകളും ഉണ്ട്. ഇവിടെ എടുത്ത് ലാളിക്കണ എന്താണ്? എൻ്റെ കുഞ്ഞേന്നും പറഞ്ഞിട്ട് ലാളിക്കുകയാണ്. ഇതൊന്നും കഥയാന്ന് വിചാരിക്കരുത്. എൻ്റെ കുഞ്ഞല്ലേ? അതേലോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാന്ന് വിചാരിച്ചാൽ പോരെ, എന്നാ പ്രശ്നം കഴിഞ്ഞില്ലേ? അതിനേക്കാൾ എത്രയോ നല്ല പരിപാടിയാണ്. കുന്തിക്കൊക്കെ അറിയാം ഇന്നാളുടെ കുട്ടിയാണ്, എന്നറിയാം ഇല്ലേ? ഇതൊരു സൂര്യോപാസകൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് ഇന്ദ്രോപാസകൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് വായുപാസകൻ്റെ കുട്ടിയാണ് എന്നറിയാം. മറ്റത് അറിയാൻ കൂടിയില്ല ഏത് ഭീകരൻ്റെ ഇത് സാധനം എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ, 2-3 കൊല്ലം കഴിഞ്ഞാൽ തനി സ്വഭാവം പുറത്തു വരും. കാരണം അങ്ങനത്തെ ഭീകരന്മാരതായിരിക്കും അത്, നമുക്കറിയില്ല, തെറിയുള്ളൂ. ബാക്കി പറയണ്ടല്ലോ മായ. അതുകൊണ്ട് ഈ മായാ നാടകം മുഴുവൻ അറിഞ്ഞ് ഞാൻ വ്യവഹരിക്കുന്നു. എടോ, നീ ആകട്ടെ അതൊന്നും അറിയാണ്ട് ഇതിൽ കുടുങ്ങി നീ കഴിയുകയാണ്. ഇതാണ് സ്ഥിതി. തച്ച ജന്മ കഥാ കിമർത്ഥം ച. അപ്പം അവിടെയാണ് പ്രശ്നം വരുന്നത്. എല്ലാവരും ഈ മായയിൽ നിന്ന് മുക്തരാവാനാ ശ്രമിക്കുന്നത്. നീയോ? നീ മായ പിടിച്ച് ആകർഷിച്ച് വെച്ചിരിക്കുക. എന്തിനാ ഭഗവാനേത്? അതാണ് സംശയം. തച്ച ജന്മ കഥാ കിമർത്ഥം ച ഇതി ഉച്യതേ. എന്താ ഭഗവാൻ, എന്തിനാണ് ആ ജന്മം? എന്താണ് ആ ജന്മം? എന്തിനാണ്? ബാക്കിയുള്ളൊരു ജന്മമൊന്നും ഇല്ലാണ്ടാവണേ എന്നാ ചിലരൊക്കെ പറയണത്. അങ്ങനെ പറയണവരുണ്ടോ അവിടെ? ഇനി എനിക്ക് ജന്മം വേണ്ടേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അധികം ആൾക്കാരും പറയണത്. ഇനി എനിക്ക് ജന്മം വേണ്ട. എന്തിനാ അത് വെറുക്കണത്? സ്നേഹിച്ചാൽ പോരെ ജന്മത്തെ? അത് വേറെ വിഷയം. എന്നാലും പൊതുവെ അങ്ങനെയാ ജനങ്ങൾ. എനിക്കിനി ജന്മം വേണ്ട, മടുത്തു, മതിയായി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഭഗവാനാകട്ടെ ഇങ്ങനെ സ്വീകരിക്കുക. അപ്പം എന്തിനാണിത്? തച്ച ജന്മ കിമർത്ഥം, എന്തിനായിക്കൊണ്ടാണ് ജന്മം? കഥ, എപ്പോഴാണ് ജന്മം? ഇതി ഉച്യതേ. ഈ ഒരു സംശയത്തിന് മറുപടി പറയുന്നു. എന്താ മറുപടി? യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഹേ ഭാരത, അല്ലയോ ഭരതവംശത്തിൽ പിറന്നവനെ,
ഹേ ഭാരത, അല്ലയോ ഭാസിൽ പ്രകാശത്തിൽ രതി ചെയ്യുന്നവനെ, ആനന്ദിക്കുന്നവനെ. ഏതാ പ്രകാശം? ജ്ഞാനപ്രകാശം. ജ്ഞാനപ്രകാശത്തിൽ രതി ചെയ്യുന്നവനെ, ജ്ഞാനപ്രകാശത്തിൽ രതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. ഹേ ഭാരത, യഥാ യഥാ, എപ്പോൾ എപ്പോഴാണോ, യസ്മിൻ യസ്മിൻ കാലേ, എപ്പോൾ എപ്പോഴാണോ, ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്. ഗ്ലാനി, ക്ഷയം, മങ്ങൽ. അപ്പം ധർമ്മം നശിക്കുകയല്ല, ധർമ്മത്തിന് ഗ്ലാനി, മങ്ങൽ വരുന്നത്. അധർമ്മത്താൽ ധർമ്മം അഭിഭവം ചെയ്യപ്പെടുന്നത്, മൂടിപ്പോകുന്നത്, കീഴ്പ്പെട്ടു പോകുന്നത്. അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തിൻ്റെ ഉയർച്ച സംഭവിക്കുന്നത്. ഇത് ഈ ലോകത്തിൽ ധർമാധർമ്മങ്ങൾക്ക് തമ്മിലൊരു ഒരു സന്തുലിത ഭാവം ഉണ്ടാവും. അധർമ്മം ഇല്ലാത്ത കാലം ഉണ്ടാവില്ല, ധർമ്മം ഇല്ലാത്ത കാലവും ഉണ്ടാവില്ല. എല്ലാ കാലവും ധർമ്മവും അധർമ്മവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവയ്ക്കൊരു സന്തുലിത ഭാവം ഉണ്ടാവും. ആ സന്തുലിത ഭാവം നഷ്ടപ്പെട്ടാൽ ജഗത്തിൻ്റെ വ്യവസ്ഥ താറുമാറാവും. അങ്ങനെ അധർമ്മത്തിന് ഗ്ലാനിയും വർധനവും, ധർമ്മത്തിന് വൃദ്ധിയും. അധർമ്മം വൃദ്ധി പ്രാപിക്കുന്നു. അതെങ്ങനെ ഈ വൃദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? കീഴ്പ്പെടുക, മറ്റത് കീഴ്പ്പെടുക. ഒന്ന് വളരുമ്പോൾ മറ്റത് കീഴ്പ്പെടും. അപ്പോൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മം അഭിഭവം ചെയ്യപ്പെടും, ധർമ്മം വർദ്ധിക്കുമ്പോൾ അധർമ്മം അഭിഭവം ചെയ്യപ്പെടും. അധർമ്മം അഭിഭവം ചെയ്യപ്പെട്ടാൽ സമൂഹത്തിൽ സുഖവും ശാന്തിയാവും. ധർമ്മം അഭിഭവം ചെയ്യപ്പെട്ടാൽ ധാർമ്മികമായ വൃത്തികളൊന്നും പ്രകാശിക്കാതാവും. എവിടെ അക്രമവും അനീതിയും. അങ്ങനെ എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ക്ഷയം സംഭവിക്കുന്നത്, അധർമ്മത്തിൻ്റെ ഉയർച്ച സംഭവിക്കുന്നത്, തഥാ, അപ്പോൾ. അപ്പോൾ യഥാ യഥാ എന്ന് പറഞ്ഞതുകൊണ്ട് തഥാ തഥാ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അപ്പോൾ, ഒരിക്കലല്ല. എപ്പോഴെപ്പോൾ ആവശ്യം വരുന്നു അപ്പോഴപ്പോൾ ആത്മാനം സൃജാമി അഹം, എന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. സൃജാമി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു. ആരെ? ആത്മാനം, എന്നെ. താത്പര്യം അത്രയേ ഉള്ളൂ, ഞാൻ വിവിധ ഭാവങ്ങളിൽ ആവിർഭവിക്കുന്നു. വിവിധ ഭാവങ്ങളിൽ ഞാൻ ആവിർഭവിക്കുന്നു. എൻ്റെ മായയെ വശീകരിച്ച് ഞാൻ വിവിധ ഭാവങ്ങളിൽ ആവിർഭവിക്കുന്നു. ഹേ ഭാരത, എന്തിനാ അതൊക്കെ, ഈ പരിപാടിയൊക്കെ ഇങ്ങനെ ആവിർഭവിക്കണതൊക്കെ എന്തിനാ? അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഹാനിഹി വർണ്ണാശ്രമാദിലക്ഷണസ്യ പ്രാണിനാം അഭ്യുദയ നിശ്രേയസ സാധനസ്യ ഭവതി ഭാരത അഭ്യുത്ഥാനം ഉദ്ഭവഃ അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമി അഹം മായയാ. അവിടെ നിൽക്കട്ടെ, അല്പം കഴിഞ്ഞ് തുടരാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.